ആദ്യം സമകാലികം. സംസ്ഥാനത്ത് 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായം 6 വയസ്സാക്കുകയാണ്. അതോടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2 പകരം 3 വർഷമാകും. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് അഥവാ SCERT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ് വിപുലമായ ജനകീയ വിദ്യാർത്ഥി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 4 മേഖലകളിലാണ് പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ വികസിപ്പിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖല. ലോകത്തെമ്പാടും എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യം പ്രീ പ്രൈമറി തലങ്ങളിലുള്ള വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ്. ഓരോ വ്യക്തിയുടെയും 80% ഭൗതികമായ വളർച്ചയ്ക്ക് സഹായകമാകുന്ന തരത്തിലായിരിക്കണം നമ്മുടെ പ്രീ പ്രൈമറിയുടെ കരിക്കുലം തയ്യാറാക്കേണ്ടത് എന്ന് ലോകത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്ന ഒന്നാണ്. സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ അതിന്റെ ഗൗരവ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രീ പ്രൈമറി തലത്തിൽ പ്രത്യേകമായ കരിക്കുലം തയ്യാറാക്കുവാൻ SCERT തീരുമാനിച്ചത്. ആയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സമീപന രേഖയും കരിക്കുലത്തിന്റെ കരടും ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലേണിംഗ് മെറ്റീരിയൽസും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനം പ്രീ പ്രൈമറി മേഖല വളരെയധികം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ കൂടിയാലോചനകളുടെ ഭാഗമായി നമ്മളുടെ കരിക്കുലം പരിഷ്കരണ പ്രവർത്തനങ്ങൾ വീണ്ടും വളരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചാണ് പരിഷ്കരണങ്ങൾ. ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 5 വർഷം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനായി മാറ്റിവെച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനനുസരിച്ചിട്ടുള്ള പാഠ്യപദ്ധതിയാണ് ദേശീയ തലത്തിലും തയ്യാറാക്കുന്നത്. കേരളത്തിലെ ഇത്തരത്തിൽ 6 വയസ്സിലേക്ക് നമ്മുടെ കുട്ടികളുടെ 1-ാം ക്ലാസ് പ്രവേശനം മാറുന്നതോടുകൂടി നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തി ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നൽകുവാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതായിട്ടുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് അഥവാ ഡയറ്റിലെ ലെക്ചറർ ആയിരുന്ന ഡോക്ടർ PV പുരുഷോത്തമൻ. സ്കൂൾ പ്രവേശന പ്രായം 6 വയസ്സാക്കുന്നതാണ് ഉചിതമെന്നതിനെ സംബന്ധിച്ച് കുറേയധികം ന്യായങ്ങൾ നമുക്ക് പറയാനുണ്ട്. 2022 ഒരു കണക്കനുസരിച്ച് 194 രാജ്യങ്ങളിൽ കേവലം 23 രാജ്യങ്ങളിൽ മാത്രമാണ് 5 വയസ്സ് പൂർത്തിയാക്കിയവർ 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നത്. 138 രാജ്യങ്ങളിലും അത് 6 വയസ്സും 33 രാജ്യങ്ങളിൽ 7 വയസ്സുമാണ്. അപ്പം ഭൂരിപക്ഷം രാജ്യങ്ങളും 1-ാം ക്ലാസ്സിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് 6 വയസ്സ് പൂർത്തിയാക്കിയാലാണ് എന്ന് നമുക്ക് ഇന്ന് കാണാവുന്നതാണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞരും ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജീൻ പിയാഷെ പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ 7 വയസ്സോടുകൂടി ഒരു പുതിയ വികാസ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ്. അതോടുകൂടിയാണ് അവർ ഔപചാരിക പഠനത്തിന് തയ്യാറാവുന്നത്. എന്ന് വെച്ചാൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് പിയാഷെയുടെ രീതി അനുസരിച്ചിട്ട് ഉചിതമായത് 7 വയസ്സാണ്. പക്ഷെ പിയാഷെ ഇത് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിനുശേഷം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം വളരെ വ്യാപകമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ച് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രീ പ്രൈമറി അനുഭവം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ആ കുട്ടികൾ 6 വയസ്സാകുമ്പോൾ തന്നെ ഔപചാരിക പഠനത്തിന് സന്നദ്ധമാകും എന്ന് അനുമാനിക്കാവുന്നതാണ്. പ്രവേശന പ്രായം 1 വർഷം വൈകിക്കുന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. അതുപോലെ പ്രവേശന പ്രായം സംബന്ധിച്ച് ലോകത്താകെ ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പഠനങ്ങൾ എല്ലാം തന്നെ പൊതുവിൽ പരിശോധിച്ചത് പ്രവേശന പ്രായം 1 വർഷം വൈകിക്കുകയാണെങ്കിൽ അതെങ്ങനെ കുട്ടിയെ സ്വാധീനിക്കും, കുട്ടിയുടെ തുടർന്നുള്ള സ്കൂൾ പഠനത്തെ ഗുണകരമായി സ്വാധീനിക്കുമോ, കുട്ടിക്ക് കിട്ടാൻ പോകുന്ന തൊഴിലിന്റെ വലിപ്പത്തെയും അല്ലെ അതിന്റെ ഗുണതയെയും അത് സ്വാധീനിക്കുമോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ ഭൂരിപക്ഷം പേരും തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യം 1 വർഷം സ്കൂൾ പ്രവേശനത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് അവരുടെ സ്കൂൾ പഠനത്തെയും അതുപോലെ തന്നെ തൊഴിൽ ലഭ്യതയെയും
ഗുണകരമായി സ്വാധീനിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക്, അതായത് 5 വയസ്സിൽ നിന്ന് 6 വയസ്സിലേക്ക് പ്രവേശന പ്രായം ഉയർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് എന്ന് തന്നെയാണ്. നമ്മുടെ ദേശീയ നിലപാടുകളും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അത് 68-ലെ അതുപോലെ 86-ലെ ഒക്കെ വിദ്യാഭ്യാസ നയങ്ങളായാലും 2005-ലെ പാഠ്യപദ്ധതി രൂപരേഖയായാലും 2009-ലെ വിദ്യാഭ്യാസ അവകാശ നിയമമായാലും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് 6 വയസ്സ് എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് ഇതുവരെ ദേശവ്യാപകമായിട്ട് എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള വേണ്ടത്ര ശക്തമായ നീക്കങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം ഒരു തീരുമാനം എടുക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഈ ഒരു രീതിയിലേക്ക് ഘട്ടം ഘട്ടമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളവും ആ രീതിയിലേക്ക് വരാൻ ഉള്ള ഒരു തീരുമാനം എടുക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമായിട്ട് തന്നെ നമ്മൾ കാണണം. പുതിയ പരിഷ്കരണത്തെ ചൊല്ലി ഉണ്ടാകാനിടയുള്ള ആശങ്കകൾക്കും പരിഹാരം കാണേണ്ടതുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇത് നടപ്പിലാക്കുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പല ആശങ്കകൾ രക്ഷിതാക്കളെ സംബന്ധിച്ച്, വിദ്യാലയങ്ങളെ സംബന്ധിച്ച്, പൊതുസമൂഹത്തെ സംബന്ധിച്ചൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്തൊക്കെ ആണെന്ന് മുൻകൂട്ടി കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ വരുന്ന ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കണം. അതായത് 2025-26 വർഷം ഇതിന്റെ തയ്യാറെടുപ്പ് വർഷമായി നമ്മൾ കണക്കാക്കുകയും ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത് 2026-27 ഈ പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ 6 വയസ്സിലേക്ക് പ്രവേശന പ്രായം ഉയർത്തുന്നതോടുകൂടി 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്, എവിടെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രിപ്പറേറ്ററി ക്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതും അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതുമായ കാര്യം, ഈ പ്രായക്കാർക്ക് വേണ്ടി നമ്മുടെ പൊതുവിദ്യാലയത്തിൽ തന്നെ ഒരു അഡീഷണൽ ക്ലാസ് ഏർപ്പെടുത്തുക. ആ ക്ലാസ് നമുക്കൊരു പ്രിപ്പറേറ്ററി ക്ലാസ് ആയിട്ട് കണക്കാക്കാം. അതായത് 1-ാം ക്ലാസ്സിൽ 6 വയസ്സിൽ പഠിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് അവരെ സജ്ജമാക്കുന്ന ഒരു തയ്യാറെടുപ്പ് ക്ലാസ് ആയിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ്. ആ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും പ്രീ പ്രൈമറി രീതിയിലാണ്, കളി രീതിയിലാണ്. അപ്പോൾ ആ വിഷയത്തിൽ പ്രീ പ്രൈമറി രീതിയിൽ പഠിപ്പിക്കുന്നതിൽ പരിശീലനം നേടിയ ഒരു ടീച്ചറെ ആ ക്ലാസ്സിലേക്ക് നിയോഗിക്കണം. അവർക്കതിന് പരിശീലനവും കൊടുക്കണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു പ്രത്യേക പാക്കേജ്, ഈ 5 മുതൽ 6 വയസ്സുകാർക്ക് വേണ്ടി ഒരു പ്രത്യേക പഠന പാക്കേജ് തയ്യാറാക്കണം. ആ പാക്കേജ് വെച്ചായിരിക്കണം ഈ പരിശീലനം ചെയ്യേണ്ടത്. അത് സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളുകളിൽ ഈ പരിഷ്കരണം കൊണ്ടുവരാനാകുമോ? രണ്ടാമതായിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ 5 വയസ്സിൽ തന്നെ എല്ലാ സ്കൂളുകളും കുട്ടികളെ പ്രവേശിപ്പിക്കുമോ എന്ന ചോദ്യമാണ്. കാരണം സംസ്ഥാന സർക്കാരിന് CBSE വിദ്യാലയങ്ങളുടെ മുകളിൽ നിയന്ത്രണമില്ല. അപ്പൊ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളുകൾ ഇതിലേക്ക് വരണം. അപ്പോൾ ആ രീതിയിലേക്ക് അവരുമായി ചർച്ച നടത്തുകയും അവരെ കൊണ്ടുകൂടി ആ തീരുമാനം എടുപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മേഖലയിലുള്ള മറ്റൊരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തെ കാര്യം, രക്ഷിതാക്കളിൽ പൊതുവിൽ ഉണ്ടാകാവുന്ന ഒരു അങ്കലാപ്പും സംശയമൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളും, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ വരുത്തുന്നു, ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്, മറ്റു സ്കൂളുകളിലും ഇത് തന്നെയാണ് വരാൻ പോകുന്നത്, അപ്പോൾ ഒരു പൊതു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത് എന്നൊക്കെയുള്ള കാര്യത്തിൽ അവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ അത്തരം പ്രശ്നങ്ങൾ കൂടി നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. SCERT റിസർച്ച് ഓഫീസർ രാജേഷ് S. വള്ളിക്കോട്. വളരെ പുരോഗമനപരമായ ഒരു കാര്യമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ലോകത്തെല്ലായിടത്തും വ്യാപകമായി സ്കൂൾ പ്രവേശന പ്രായം 6 വയസ്സായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജപ്പാനിൽ, ജർമ്മനിയിൽ, സിംഗപ്പൂരിൽ, ദക്ഷിണ കൊറിയയിൽ, സ്വീഡനിലൊക്കെ 6 വയസ്സാണ്. ചൈനയിലും 6 വയസ്സാണ്. നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്ന വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരീക്ഷണങ്ങൾ നടക്കുന്ന ഫിൻലാൻഡിൽ ആകട്ടെ 1-ാം ക്ലാസ് പ്രവേശന പ്രായം എന്നത് 7 വയസ്സാണ്. മനുഷ്യന്റെ തലച്ചോറിന്റെ വികാസത്തിന്റെ 80% നടക്കുന്നത് 6 വയസ്സുവരെയാണ്. ഔപചാരിക പഠനം വൈകുന്നത് കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സഹായകമാണെന്നാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യന്റെ തലച്ചോറിന്റെ വികാസത്തിന്റെ 80%ത്തോളവും ഈ പ്രായത്തിലാണ്, 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് നടക്കുന്നത്. ഈ കാലയളവിൽ ഔപചാരിക പഠനത്തെക്കാൾ കുട്ടികൾക്ക് സ്വയം പഠിക്കാനും പരിശോധിക്കാനും പഠനശീലങ്ങൾ രൂപപ്പെടുത്താനും ഒക്കെയാണ് കഴിയേണ്ടത്. അതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയണം, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിയണം. അതൊക്കെ ഔപചാരികമായ ചില പ്രവർത്തനങ്ങളിലൂടെയല്ല, മറിച്ച് കുട്ടി ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയാണ് നേടേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രീ സ്കൂളിൽ അത്തരം ഈ പ്രായത്തിൽ കളിയാണ് കുട്ടിക്ക് പ്രധാനമായ പഠന മാധ്യമമായി മാറേണ്ടത്.
പ്രധാനപ്പെട്ടത്. അങ്ങനെ കളിയിലൂടെ കുട്ടികളുടെ വ്യത്യസ്തമായ വികാസ മേഖലകളിൽ ശാരീരിക ചാലക വികാസത്തെ, അവരുടെ വൈജ്ഞാനിക വികാസത്തെ, ഭാഷാ വികാസത്തെ, സാമൂഹ്യ വൈകാരിക വികാസത്തെ, സർഗാത്മകവും സാംസ്കാരികവുമായ വികാസത്തെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എന്നത് കുട്ടിയെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പ്രാപ്തനാക്കാനുള്ള കാലയളവല്ല. മറിച്ച് മുമ്പ് സൂചിപ്പിച്ച വികാസ മേഖലകളിൽ കുട്ടിയുടെ വികാസപരമായ ശേഷികൾ ഈ പ്രായത്തിൽ ഉറപ്പാക്കുക എന്നത് കുട്ടിയുടെ ജീവിതത്തിന് അടിത്തറയായി മാറേണ്ട കാര്യങ്ങളാണ്. ഈ വികാസ മേഖലകളിൽ അധിഷ്ഠിതമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാലാവധി വർദ്ധിക്കുമ്പോൾ കുട്ടിയുടെ സമഗ്രമായ വികാസം ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാനസികവും സാമൂഹികവുമായ വികസനത്തിന് അധിഷ്ഠിതമായ, കളിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെ അതിനും കഴിയും. ശരിയായ ശീലങ്ങൾ രൂപീകരിക്കുന്നതിന് കഴിയും. കുട്ടിയുടെ ആരോഗ്യ കാര്യത്തിലും കുട്ടിക്ക് ആരോഗ്യപരമായും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും ഈ സ്കൂൾ പ്രവേശന പ്രായത്തിലുണ്ടായ വർധനവിലൂടെ പ്രീ സ്കൂൾ പഠന കാലാവധി വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഈ രംഗത്ത് ഗുണപരമായ ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. വ്യത്യസ്ത ഇടപെടലുകളാണ് ഇന്ന് പ്രീ സ്കൂൾ രംഗത്ത് ഉള്ളത്. 33,000-ലധികം അംഗനവാടികളിലാണ് കേരളത്തിലെ പ്രീ സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളിൽ ഏറിയ പങ്കും എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രീ സ്കൂളുകളുണ്ട്. സർക്കാർ ഹോണററിയം നൽകുന്ന സ്കൂളുകൾ, സർക്കാർ ഹോണററിയം നൽകാതെ സർക്കാർ വിദ്യാലയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന PTA-യുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾ, എയ്ഡഡ് സ്കൂളുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രീ സ്കൂളുകൾ, പട്ടികജാതി വികസന വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നീ വകുപ്പുകളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പ്രീ സ്കൂളുകൾ, ചില ഗ്രാമപഞ്ചായത്തുകൾ നേരിട്ട് നടത്തുന്ന പ്രീ സ്കൂളുകൾ, സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പ്രീ സ്കൂളുകൾ, അങ്ങനെ വ്യത്യസ്തമായ ഏജൻസികൾ കേരളത്തിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നുണ്ട്. ഒരു ഏകീകൃതമായ സ്വഭാവം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി തയ്യാറാക്കുന്ന പാഠ്യപദ്ധതി സ്കൂൾ മേഖലകളിലും വനിതാ ശിശു വികസന വകുപ്പ് തയ്യാറാക്കുന്ന പാഠ്യപദ്ധതി അംഗനവാടിയിലും പ്രയോഗിച്ച് പോരുന്ന ഒരു കാലത്താണ് കേരളത്തിൽ സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രീ സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത്. ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിനായി കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി വ്യാപകമായി ചർച്ച നടന്നപ്പോൾ നമ്മൾ ആദ്യകാല ശൈശവ പരിചരണവും വികാസവും എന്ന പേരിലൊരു ഫോക്കസ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും കേരളത്തിൽ വ്യാപകമായി ചർച്ച നടത്തുകയും ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിവിധ ലോകരാജ്യങ്ങളിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച് കേരളത്തിന്റെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയാകണമെന്ന നിലപാട് രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ആ നിലപാട് രേഖയെ അടിസ്ഥാനമാക്കിയാണ് പ്രീ സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് കേരളത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആ പ്രീ സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് തയ്യാറാക്കിയതിനു ശേഷമുള്ള പ്രവർത്തനമാണ് നമ്മൾ പാഠ്യപദ്ധതിയിലേക്ക് പോവുക എന്നുള്ളത്. ആ പാഠ്യപദ്ധതി പ്രവർത്തനങ്ങളും സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ഇതിനകം കുറെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. അത് പ്രധാനമായി നടന്നിട്ടുള്ളത് ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷൻ സ്റ്റേജിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ നിലനിൽക്കുന്ന പാഠ്യപദ്ധതിയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ള ആലോചന നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്കണവാടികളിൽ ഉപയോഗിക്കുന്ന ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം നൽകിയിട്ടുള്ള ചില പുസ്തകങ്ങൾ ഉണ്ട്. ആ പുസ്തകങ്ങളെ കൂടി പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ നവചേതന, ആധാർശില തുടങ്ങിയ പുസ്തകങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, 4 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, 5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ എന്തെല്ലാം കഴിവുകളാണ് നേടേണ്ടത് എന്ന് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഏകീകൃത പാഠ്യപദ്ധതി തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട്. കേരളത്തിലെ സർക്കാർ പ്രീ സ്കൂൾ പാഠ്യപദ്ധതി എല്ലായിടത്തും ഒരുപോലെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മികച്ച പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏകീകൃത പാഠ്യപദ്ധതി എന്ന ആശയത്തെ അനുകൂലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളോട് ചേർന്നുള്ള പ്രീ സ്കൂളുകളിലും അങ്കണവാടികളിലും ഒക്കെ ഉപയോഗിക്കുവാൻ ഒരു ഏകീകൃതമായ പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഷി പ്രസ്താവനകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ശേഷി പ്രസ്താവനകൾ കേരളത്തിലെ എല്ലാ കുട്ടികളും 3 വയസ്സ് കഴിയുന്ന കേരളത്തിലെ കുട്ടികൾക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടാകണം, 4 വയസ്സ് കഴിയുന്ന കുട്ടികൾക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരിക്കണം, അങ്ങനെ നിശ്ചയിച്ച് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത ഏജൻസികൾ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠന സാമഗ്രികൾ നിർമ്മിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു ഏകീകൃതമായ പാഠ്യപദ്ധതി പ്രീ സ്കൂളിന് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശാസ്ത്രീയമായ ഒരു പ്രീ സ്കൂളിംഗിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ അനിവാര്യതയിലേക്കാണ് ലോകത്തെല്ലായിടത്തും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും മികച്ച പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏകീകൃത പാഠ്യപദ്ധതി എന്ന ആശയത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അതിന് ആധാരമായ കാര്യങ്ങൾക്ക് അടിത്തറ ഒരുക്കുവാൻ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ഇതിനകം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പരിഷ്കരണം നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ മതിയായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികൾ ഉണ്ട് എന്നും ആ
കുട്ടികൾ കൂടി മതിയായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ നാം ഊന്നുന്ന ഭാഷാ ശേഷികൾക്കും അതുപോലെ തന്നെ ഗണിത ശേഷികൾക്കും ഒക്കെ കുട്ടികൾക്ക് അടിത്തറ ഒരുക്കേണ്ട പ്രവർത്തനങ്ങൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ നൽകാൻ കഴിയുകയുള്ളൂ. അതിനാവശ്യമായ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിന് പ്രീ സ്കൂൾ പാഠ്യപദ്ധതി പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് വിദഗ്ധരുമായി ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ദേശീയ അന്തർദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ഇങ്ങനത്തെ കുട്ടികളുടെ കഴിവുകളുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള രേഖകൾ പരിശോധിക്കണം. അതിനുശേഷം പഠന സാമഗ്രികളുടെ വികാസമാണ്. ആ പഠന സാമഗ്രികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിലെ പ്രീ സ്കൂളുകളിലും പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ദേശീയ തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ സാംശീകരിച്ചുകൊണ്ട് കേരളത്തിന് ഇണങ്ങിയ തലത്തിൽ ഉള്ള പാഠ്യപദ്ധതി രൂപീകരിക്കുവാനാണ് കേരളം ശ്രമിക്കുന്നത്. കാലത്തിനും നാട്ടുനടപ്പിനും അനുസരിച്ച് കോലം കെട്ടണമെന്നാണല്ലോ പല വിദേശ രാജ്യങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്തും നടപ്പിലാക്കാൻ പോകുന്നത്. നല്ലതു തന്നെ. എന്നാൽ ഈ പരിഷ്കരണത്തിൽ വന്നേക്കാവുന്ന വെല്ലുവിളികളെ കൂടി കൃത്യമായി അഭിസംബോധന ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. നിർവഹണം റിയ. സഹായം ടി പി വിവേക്.